നമസ്കാരം. രണ്ടാഴ്ചക്കിടെ അറബിക്കടലിൽ രണ്ടാമത്തെ കപ്പൽ അപകടം. കേരള തീരത്തിനടുത്ത് ചരക്ക് കപ്പലിന് തീപിടിച്ച് കണ്ടെയ്നറുകൾ കടലിൽ വീണു. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന വാൻഹായ് 503 എന്ന കപ്പലിനാണ് തീപിടിച്ചത്. അപകടത്തിൽപ്പെട്ട 18 പേർ ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. 4 പേരെ കാണാനില്ല. ഈ സ്തോഭജനകമായ വാർത്ത ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തീപിടിക്കുന്ന ദൃശ്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വാൻഹായ് 503 ആ കപ്പലിനെ പൂർണ്ണമായിട്ടും തീ വിഴുങ്ങിയിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം, അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കപ്പലിനടുത്തേക്ക് എത്താൻ ആവുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് പോകാം. വിഷ്ണു പ്രകാശിന്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ കപ്പൽ ഇങ്ങനെ കത്തി അമർന്ന് കടലിൽ താണേക്കും എന്നാണ് തോന്നുന്നത്. കാരണം അത്രയും വലിയ തീ അവിടെ കാണാം. എന്ന് മാത്രമല്ല എക്സ്പ്ലോസീവ് സബ്ജക്റ്റുകളാണ് ഈ കപ്പലിൽ കൂടുതലായി ഉള്ളതും എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ എന്താണ് കോസ്റ്റ് ഗാർഡ് അതുപോലെ തന്നെ നാവികസേന തുടങ്ങിയവർ പറയുന്നത്? അഭിലാഷ്, ഇന്ന് വൈകിട്ട് ഓടെ ഈ ഡോണിയർ വിമാനത്തിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കപ്പലിന് ചുറ്റുമായി വലിയ രീതിയിലുള്ള തീയും പുകയും നമുക്ക് കാണാം. കറുത്ത പുക ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കൃത്യമായി പറഞ്ഞാൽ ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ ഒരു തീപിടുത്തം ആദ്യമായിട്ട് ഈ കപ്പലിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. പിന്നീട് ഉച്ചയോടെ ഈ വിവരങ്ങൾ പുറത്തു വരുന്നു. വൈകിട്ടോടെയാണ് സൂറത്ത് എന്ന INS-ന്റെ കപ്പൽ ഈ തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തുന്നതും. അപ്പോൾ ആ സമയത്ത് പകർത്തിയ ദൃശ്യങ്ങളാണ്. ഇപ്പോഴും തീ അണയ്ക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫയർ ഫൈറ്റിംഗ് പ്രക്രിയയിലോട്ട് കടക്കാൻ ഈ രക്ഷാ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന കപ്പലുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ നേവിയുമായി ബന്ധപ്പെടുമ്പോൾ കിട്ടുന്നത്. 5 കോസ്റ്റ് ഗാർഡ് കപ്പലും അതുപോലെ തന്നെ ഒരു നേവിയുടെ INS സൂറത്ത് എന്ന ഒരു കപ്പലുമാണ് ഈ ഫയർ ഫൈറ്റിങ്ങിനായി ഈ ആഴക്കടലിലോട്ട്, അറബിക്കടലിന്റെ ഉള്ളിലോട്ട് ഈ തീപിടുത്തമുണ്ടായ ഭാഗത്തോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഈ കണ്ടെയ്നറിൽ നിന്നും ഉയരുന്ന തീയും പുകയും കാരണം, അത് മാത്രമല്ല ഈ കണ്ടെയ്നർ കപ്പലിൽ നിന്ന് പതിച്ച കണ്ടെയ്നറുകൾ ആ കപ്പലിന് ചുറ്റുമായി ഒഴുകി നടക്കുന്നതും ഈ ഒരു രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ഈ കപ്പലുകൾക്ക്, ഈ രക്ഷാദൗത്യത്തിനായി പുറപ്പെട്ട കപ്പലുകൾക്ക് ഈ കപ്പലിന്റെ വണ്ണം കത്തി അമരുകയാണ് കപ്പൽ എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇന്നത്തെ ചർച്ചയിൽ കമാൻഡർ രാജേഷ് രാംകുമാർ, അദ്ദേഹം 1993 മുതൽ 2016 വരെ ഇന്ത്യൻ നാവികസേനയിൽ അംഗമായിരുന്നു. അദ്ദേഹം സബ്മറൈനുകളുടെ കമാൻഡന്റായി 7 വർഷം തുടർച്ചയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 4 സബ്മറൈനുകളെ കമാൻഡ് ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ഗ്ലോബൽ മാരിടൈം എമർജൻസി റെസ്പോൺസിന്റെ ഇന്ത്യയുടെ കൺട്രി ഹെഡും ആയിരുന്നു. ഈ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദഗ്ധനാണ് കമാൻഡർ രാജേഷ് രാംകുമാർ. ഒപ്പം ക്യാപ്റ്റൻ റിയാസ്, അദ്ദേഹം കമേഴ്ഷ്യൽ വെസലുകൾ നിയന്ത്രിച്ച് 3 പതിറ്റാണ്ട് പരിചയമുള്ള ആളാണ്. മറൈനേഴ്സ് ഫോറത്തിന്റെ സെക്രട്ടറിയും മറൈനേഴ്സ് ഫോറത്തിന്റെ സ്ഥാപകനുമാണ് അദ്ദേഹം. ഈ 2 വിദഗ്ധരെ കൂടാതെ ശ്രീ CR നീലകണ്ഠൻ, പരിസ്ഥിതി പ്രവർത്തകൻ, ശ്രീ KP നൌഷാദ് അലി, കോൺഗ്രസ്, ശ്രീ PI ഹാരിസ്, CPM-ന്റെ മത്സ്യത്തൊഴിലാളി സംഘടനയെ പ്രതികരിച്ച് അദ്ദേഹവും പങ്കെടുക്കുന്നു. ആദ്യം കമാൻഡർ രാജേഷ് രാംകുമാർ, ഇപ്പോൾ നമ്മൾ ആ ദൃശ്യം കണ്ടു. തീ അണയ്ക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. ഇനി സംഭവിക്കുക ഈ കണ്ടെയ്നറുകൾ മുഴുവനായി കത്തി അമർന്ന് ആ കപ്പൽ നിശേഷം മുങ്ങുക എന്നുള്ളതാണോ? താങ്കളുടെ എക്സ്പീരിയൻസിൽ എന്ത് തോന്നുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ഹാവിങ് മീ. അത് ഈ വിഷ്വൽസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഇറ്റ് ക്യാൻ രണ്ട് ഡയറക്ഷൻ ഇറ്റ് ക്യാൻ ടേക്ക്. ഒന്ന്, കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടേയിരിക്കും. ഒരു സ്ട്രക്ചറൽ ഫെയിലിയർ വരാം ഷിപ്പിന്, ആൻഡ് ഷിപ്പ് ക്യാൻ ബ്രേക്ക് ഇൻ ടു 2, അല്ലെങ്കിൽ ഷിപ്പ് ക്യാൻ ക്യാപ്സൈസ്. ഇപ്പോൾ കുറച്ച് തന്നെ ഒരു പോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്, ലെഫ്റ്റിലോട്ട് കുറച്ച് ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ക്യാൻ ആക്ച്വലി ലിസ്റ്റ് മോർ ആൻഡ് ഇറ്റ് ക്യാൻ ക്യാപ്സൈസ്. ഇറ്റ് ക്യാൻ ബ്രേക്ക് ഇൻ ടു 2 ഓർ ക്യാപ്സൈസ്. രണ്ടാമത്തെ ഒരു സിനേറിയോ എന്ന് വെച്ചാൽ ഒരു കാറ്റസ്ട്രോഫിക് എക്സ്പ്ലോഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് എക്സ്പ്ലോഷൻസ് ഉണ്ടാവാം. അത് കാരണം ഷിപ്പിന് സ്ട്രക്ചറൽ ഫെയിലിയർ വന്നിട്ട് ഷിപ്പ് ക്യാൻ സിങ്ക്. ഈ 2 സിനേറിയോസാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഫസ്റ്റ് സിനേറിയോയിൽ ഇഫ് ഷീ അങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ, ഇഫ് ഷീ ഈസ് ഫ്ലോട്ടിങ്, ഷീ ക്യാൻ കീപ് ഡ്രിഫ്റ്റിംഗ്. ദാറ്റ് എന്താണ്, അത് ആ കറൻറ്റും വിൻഡ് അനുസരിച്ചിരിക്കും. എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടായി എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം
എളുപ്പത്തിൽ തീപിടിക്കാവുന്ന ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള വസ്തുക്കളും മാരക രാസപദാർത്ഥങ്ങളുമാണ് കൂടുതൽ കണ്ടെയ്നറുകളിലും എന്ന് വ്യക്തമാവുകയാണ്. തീപിടിക്കാവുന്ന പെയിന്റും ടർപ്പന്റൈനും ഉൾപ്പെടെ, അതുപോലെ തന്നെ ഡൈമീഥൈൽ സൾഫേറ്റ്, ഈഥൈൽ ക്ലോറോഫോർമേറ്റ്, അങ്ങനെ മാരകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രാസവസ്തുക്കളാണ് ഈ കപ്പലിൽ. ഈ കപ്പൽ അപകടം എങ്ങനെ ഉണ്ടായതാകാം? ഇതിൻ്റെ വിഷ്വൽസ് വെച്ച് നോക്കുമ്പോൾ ആൻഡ് എക്സ്പ്ലോഷൻ്റെ ഡേറ്റയും ആ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ത്രെഡൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു മിഡ് സ്റ്റാക്ക് ചില ടോപ്പ് ഓഫ് ദ കണ്ടെയ്നേഴ്സ് അല്ല, താഴെ അല്ല, പക്ഷേ എവിടെയോ മിഡ് സ്റ്റാക്കിൽ തുടങ്ങിയതായിരിക്കും. ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാൻ വളരെ വിഷമമാണ്. കാരണം ഇത് ഈ കണ്ടെയ്നേഴ്സിന് സ്റ്റീൽ കണ്ടെയ്നേഴ്സ് ആയതുകൊണ്ട് നല്ല ഇറ്റ്സ് തെർമൽ ഇൻസുലേഷനാണ്. അപ്പോൾ എന്തെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് അകത്ത് ഏതെങ്കിലും കണ്ടെയ്നറിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴേക്കും അത് വളരെ ലേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ശരിക്കും അതിൻ്റെ സോഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ വിഷമമായിരിക്കും. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർവേഡ് പോർഷൻ ബൗന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4th or 5th റോയിലാണ് ബേയിലാണ് ഇത്. 5th and 6th രണ്ട് മേജർ ബേസിലായിരിക്കും ഇതിൻ്റെ എപ്പി സെൻറ്ററുള്ള. അതുപോലെ ഇറ്റ് ഇസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ, പോർട്ട് ടു സ്റ്റാർബോർഡ്. അപ്പോൾ എവിടെയോ ആ ഭാഗത്താണ് സോഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ ഈ സമയത്ത്. അവിടെയാണ് മേജർ എക്സ്പ്ലോഷൻ ഉണ്ടായിക്കണേ. പക്ഷെ എവിടെയാണ് കറക്റ്റ് ഇത് ഫയർ സ്റ്റാർട്ട് ചെയ്തിരിക്കണേന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഹൗവർ ഇത് ക്രൂവിനോട് ക്വിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റും. കാരണം 4 ക്രൂ മെമ്പേഴ്സ് ഇത് ആദ്യം ഫയർ ഫൈറ്റ് ചെയ്തിരുന്നു. പക്ഷെ അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അത് എവിടെയാണ് ആദ്യം ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിയിരിക്കണേന്ന്. യെസ്, ഇവിടെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരള തീരത്തിന് സമീപത്തായി ഇപ്പോൾ അടുപ്പിച്ച് 2 കപ്പൽ അപകടങ്ങളുണ്ടായി. ഒന്ന് MSCയുടെ ഒരു ഫീഡർ ഷിപ്പ് 2 ആഴ്ച മുമ്പാണ്, 25-ാം തീയതി, മെയ് മാസം 25-ാം തീയതി അപകടത്തിൽപ്പെട്ടു. അതിൽ നിന്ന് കാർഗോകൾ തീരത്തടിഞ്ഞു. അപകടകരമായ കാർഗോകളാണ്, തുടരുതെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. വലിയൊരു പാനിക്ക് കേരളത്തിലുണ്ടായി. ഇത് കുറച്ചുകൂടി അകലെയാണ്, 88 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് കേരള തീരത്ത് നിന്ന് എന്നുള്ളത് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നുണ്ട്. ഇതുപോലെയുള്ള അപകടങ്ങൾ അന്താരാഷ്ട്ര കപ്പൽ ചാലിലും അനുബന്ധ സ്ഥലങ്ങളിലും സാധാരണ നിലയിൽ നടക്കുന്നതാണോ? അടുപ്പിച്ചടുപ്പിച്ച് 2 അപകടങ്ങൾ ഉണ്ടായതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ ആശങ്കയോ ആകാംക്ഷയോ ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. ഈ കണ്ടെയ്നറുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മാരക രാസപദാർത്ഥങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇത് കടലിൻ്റെ എക്കോസിസ്റ്റത്തെ എത്രമാത്രം ബാധിക്കാം, എത്രമാത്രം അപകടകരമാണ് കടലിനെ സംബന്ധിച്ചും ഈ കടലിൻ്റെ എക്കോസിസ്റ്റത്തെ സംബന്ധിച്ചും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചും ഒക്കെ ഈ അപകടം? ഈ പെർട്ടിക്കുലർ ഷിപ്പിൻ്റെ മെറീൻ പൊല്യൂഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ്റെ എഫക്റ്റ് ഇറ്റ് വിൽ ബി സിഗ്നിഫിക്കൻറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2021 ഇതിനേക്കാളും ചെറിയൊരു കണ്ടെയ്നർ ഷിപ്പ് എക്സ്പ്രസ് പേൾ എന്ന് പറഞ്ഞിട്ട് കൊളംബോയുടെ തീരത്ത് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. അതിനകത്ത് കുറേ പ്ലാസ്റ്റിക് നേർഡിൽസ് ആയിരുന്നു. അത് എത്ര വേഗത കൊണ്ടാണ് ആ പ്ലാസ്റ്റിക് ഫുഡ് ചെയിനിൽ എത്തിയതെന്ന് വെച്ചാൽ അത് അത്ഭുതകരമാണ്. അത്ര ഫാസ്റ്റായിട്ടാണ് ആ പ്ലാസ്റ്റിക്സ് ഫുഡ് ചെയിനിൽ എത്തിയത്. ബാക്കി ടോക്സിക് സബ്സ്റ്റൻസസ് അല്ല, ശരിക്കും ഇങ്ങനത്തെ വളരെ പെർസിസ്റ്റൻറ്റ് പൊല്യൂട്ടൻസ് ആണ് ഏറ്റവും കോസ് ഓഫ് കൺസേൺ. ഈ ഷിപ്പ് ഇറ്റ് ഇസ് നോട്ട്, ഇത് വളരെ വലുതാണ്, MSC Elsa 3 നോക്കുമ്പോൾ. അപ്പോൾ ഇത് എങ്ങാനും സ്ട്രക്ചറൽ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സിനകത്തുള്ള എല്ലാ ടോക്സിക് സബ്സ്റ്റൻസസും സീയിലേക്ക് വരും. പിന്നെ സ്ട്രക്ചറൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഷിപ്പ് ക്യാൻ ബ്രേക്ക് ഇൻ ടു 2. പിന്നെ അതിനകത്തുള്ള ഫ്യൂൽ ഓയിൽ അത് ഒരു മാസീവ് ഒരു മെറീൻ പൊല്യൂഷൻ്റെ ചാൻസ് ഉണ്ടാക്കാൻ വളരെ വളരെ ചാൻസ് ഉണ്ട്. പിന്നെ പ്രിവലൻറ്റ് വിൻഡും സ്വെൽ ഡയറക്ഷനും കറൻസും നോക്കുമ്പോൾ ദേ കൻ ഓൾ ഗോ ടുവേർഡ്സ് ദ ഷോ. ഞാനൊരു അലാമിസ്റ്റ് ആയിട്ടല്ല പറയണേ, പക്ഷെ ഇത് റിയലിസ്റ്റിക് ആയിട്ട് ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായും ആശങ്ക ഉണ്ടാക്കുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞോളൂ. അതെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഈ 2 ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ടായി. എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു കോയിൻസിഡൻ്റലാണ്. ഇത് ഒരു സത്യാവസ്ഥ. നമ്മളുടെ കോസ്റ്റ് ലൈനിലെ ട്രാഫിക് വളരെ അധികമായി. കാരണം അത് നമ്മുടെ എക്കോണമി ഈസ് ഓൾസോ ഇംപ്രൂവിങ്. പിന്നെ മാരിടൈം ട്രേഡും ഡെൻസിറ്റി ഈസ് ഓൾസോ, വോള്യൂംസ് ആർ ഓൾസോ ഗോയിങ് അപ്പ്. അപ്പോൾ അത് കാരണം ട്രാഫിക് ഉണ്ടാവാം. പക്ഷേ ഇതൊരു കൊളീഷനൊന്നും അല്ലല്ലോ, ഇങ്ങനെ ഒരു വേറൊരു കപ്പലായിട്ട് ഇടിച്ചിട്ടൊന്നും അല്ലല്ലോ. ഇതൊരു ഫയർ ഇൻസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഇതൊരു കോയിൻസിഡൻ്റലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. ക്യാപ്റ്റൻ റിയാസ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ കപ്പലിലെ അപകടം വലിയ മാനങ്ങളുള്ളതാണ്. ഇവിടെ
ശ്രീ രാജേഷ് രാംകുമാർ വിശദീകരിച്ച് പറഞ്ഞതുപോലെ വളരെ മാരക രാസപദാർത്ഥങ്ങൾ കടലിൽ കലരുന്നു. അവ തീരത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ, കടലിൻ്റെ പരിസ്ഥിതിയെ വളരെ മാരകമായി ബാധിക്കുന്ന ഒരു അപകടമാണ് നടന്നിരിക്കുന്നത്. അത്രമേൽ ഗൗരവ സ്വഭാവത്തിലുള്ള അപകടമായി നമ്മൾ ഇതിനെ കാണുകയും ചെയ്യണം. താങ്കളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ഇത് കൃത്യമായിട്ട് പറയണമെങ്കിൽ എന്ത് കാർഗോ ആണ് അതിനടുത്ത് ഉണ്ടായിരുന്നത്, ഈ IMDG കാർഗോ, ഈ ഡേഞ്ചറസ് കാർഗോ എന്താണ് ഉണ്ടായിരുന്നത് അറിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എങ്കിൽ തന്നെയും ഇതുപോലെയുള്ള ഇൻസിഡൻറ്റുകൾ ഇന്ത്യൻ കോസ്റ്റിൽ തന്നെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യകരമാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടിയിരിക്കുന്നത്. ഇത് വേറൊന്ന്, നമ്മുടെ ഈ ഷിപ്പിംഗ് ഇൻസിഡൻസ് നടക്കുമ്പോഴത്തേക്ക് ഇത് ഒരു ഇൻ്റർനാഷണൽ നേച്ചറിലുള്ളതാണ്. ഇപ്പോൾ ഒരു ലോകം മുഴുക്ക ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയ വാർത്തയാകുന്നുണ്ട്. യഥാർത്ഥത്തിലൊരു വർഷം ഇങ്ങനെയൊക്കെയുള്ള ആക്സിഡൻറ്റ് നമ്മുടെ കരയിൽ നടക്കുന്ന ആക്സിഡൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആക്സിഡൻറ്റുകൾ നടക്കുന്ന ഒരു സേഫ് ഇൻഡസ്ട്രിയാണ് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 90-95% നമ്മുടെ കാർഗോയും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ കൂടിയാണ്. അപ്പോൾ അത് വളരെ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള കാർഗോകൾ, IMDG കാർഗോകൾ, ഈ ഡേഞ്ചറസ് കാർഗോയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ റിക്വയർമെൻറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ സാധാരണ സംഭവിക്കാറുണ്ട്, വളരെ കുറവാണ്. എന്നാൽ കമ്പയർഡ് ടു എനി അതർ ഷോർ ഇൻഡസ്ട്രീസ് ഇത് ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് ഇൻഡസ്ട്രി. അത് വളരെ ദൗർഭാഗ്യകരമാണെന്നാണ് പറയാൻ. പക്ഷേ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയണമെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന കാർഗോ എന്താണെന്ന് അറിയണം. പിന്നെ അതുപോലെ അതിൻ്റെ കാർഗോ മാനിഫെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും. തീർച്ചയായിട്ടും വളരെ അപൂർവമായിട്ട് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ 1993 ബ്രയർ, 2006 ഫിലിപ്പൈൻസിലെ സോളാർ 1, ദക്ഷിണ കൊറിയയിൽ 2007 ഹൈബേറ്റ്, ഫ്രാൻസിൽ 2018 TK ബ്രഹ്മൻ, അതുപോലെ കൊളംബോയിൽ നേരത്തെ ശ്രീ രാജേഷ് സൂചിപ്പിച്ചതുപോലെ 2021 കൊളംബോയിൽ ഉണ്ടായിട്ടുള്ള എക്സ്പ്രസ് പേൾ, ഇങ്ങനെയുള്ള ഈ അപകടങ്ങളൊക്കെ കടലിനെ വളരെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഈ കപ്പൽ കമ്പനികളിൽ നിന്നടക്കം ഈടാക്കുന്ന സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത്രയും ടോക്സിക് സബ്സ്റ്റൻസസ് നമ്മുടെ കടലിൽ കലരുക, അത് ഉൾക്കടലിലാണ് എങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ മാരകമായിരിക്കുമല്ലോ. ശരിയാണ്, അപകടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ അപകടം ഒന്നും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി നടത്താനൊന്നും പറ്റില്ല. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലും അപകടം ഉണ്ടാവും. പക്ഷേ ഈ അപകടത്തിന്റെ പ്രത്യാഘാതം എന്നുള്ളത് വളരെ വലുതല്ലേ? തീർച്ചയായിട്ടും ഇത് വളരെ വലിയ അപകടമാണ്. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 70 മൈലിന് അപ്പുറത്തേക്കായിരിക്കും. അപ്പോൾ ഒരു ഡീപ് സീ, വളരെ താഴ്ന്ന ഒരുപാട് ഡെപ്തുള്ള സ്ഥലത്താണ് ഈ കപ്പൽ ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ തീ അണയ്ക്കുക, കപ്പലിൽ നിന്ന് അവിടെ നിന്ന് മാറ്റാൻ കഴിയുക എന്നുള്ളതാണ്. അത് ബൈ ചാൻസ് നമുക്ക് ദൗർഭാഗ്യവശാൽ ഇത് അവിടെ മുങ്ങുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് ഈ IMDG കാർഗോകളൊക്കെ ആൾറെഡി കത്തിയമർന്നു. അതിൽ നിന്നുണ്ടാകുന്നതിനേക്കാൾ വളരെ വലിയ ഒരു ഡാമേജ് ഈ അതിനകത്തുള്ള ഫ്യൂൽ ഓയിൽ നിന്ന് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരള തീരത്തിലേക്ക് വളരെ വലിയ ഒരു ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് തുടർച്ചയായുള്ള രണ്ടാമത്തെ അനുഭവമാണ്. 635 കണ്ടെയ്നർ കാർഗോകൾ ഉണ്ടായിരുന്ന, അതിൽ തന്നെ 12 എണ്ണത്തിൽ മാരക രാസവസ്തുക്കൾ ഉണ്ടായിരുന്ന MSCയുടെ ഒരു ഫീഡർ കപ്പൽ തകർന്നു. ആ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിഞ്ഞു. ഇതാ ഇപ്പോൾ അത്ര തീരത്തല്ല എങ്കിൽ പോലും, ഉൾക്കടലിലാണെങ്കിൽ പോലും അഴീക്കലിനും ബേപ്പൂരിനും ഏതാണ്ട് 80 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. ഇവിടെ ശ്രീ രാജേഷ് രാംകുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഷോറിലേക്ക് വരാം ഇതിൻ്റെ മാലിന്യങ്ങൾ. മാരക രാസവസ്തുക്കളാണ്. MSCയുടെ കപ്പലിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മാരകമായ രാസവസ്തുക്കളാണ്. ട്രൈക്ലോറോ ബെൻസീൻ, സിങ്ക് ഓക്സൈഡ്, ഡൈമീഥൈൻ സൾഫേറ്റ്, ഈഥൈൽ ക്ലോറോഫോർമേറ്റ്, ഡൈക്ലോറോ മീഥൈൽ, ഇങ്ങനെ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാരക രാസവസ്തുക്കളാണ് ഈ കടലിൽ കലരാൻ പോകുന്നത് എന്നുള്ളത് വലിയ ആശങ്കയാണ്. അതിന് എത്രമാത്രം ഗൗരവത്തോടു കൂടി നമ്മുടെ സംവിധാനങ്ങൾ കാണുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നു? ഒന്നാമത്തെ കാര്യം, നേരത്തെ 2 എക്സ്പെർട്ടുകളാണ് നമ്മളോട് സംസാരിച്ചത്. ആ എക്സ്പെർട്ടുകൾ പറയുന്ന ഒരു പ്രധാന കാര്യം, അത് വളരെ പ്രധാനം, നമ്മളത് ഗൗരവമായിട്ട് എടുക്കണം. ഇപ്പം ഇത് തീരദേശത്ത് നിന്ന് വളരെ ദൂരെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ ഇതില്ല. കാരണം 2 പ്രശ്നമുണ്ട്. ഒന്ന്, അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ കാറ്റും അതുപോലെ കാറ്റിൻ്റെ ഗതിയും നമ്മുടെ കടലിൻ്റെ ജലപ്രവാഹങ്ങളുടെ ഗതിയും കാലാവസ്ഥയിലെ പ്രത്യേകതയും അറബിക്കടലിൽ തന്നെ ഉണ്ടായിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അറബിക്കടലിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പരിഗണിക്കുമ്പോൾ
ഇത് മത്സ്യസമ്പത്തിനെ എങ്ങനെ ബാധിക്കുമെന്നൊരു വലിയ പ്രധാന പ്രശ്നമുണ്ട്. മത്സ്യസമ്പത്തിനെ ഇത് ബാധിച്ചാൽ, നേരത്തെ അദ്ദേഹം തുടക്കത്തിൽ രാജേഷ് പറഞ്ഞു, ഇത് ഫുഡ് ചെയിനിലേക്ക് വളരെ പെട്ടെന്ന് വരും. ഫുഡ് ചെയിനിലേക്ക് വളരെ പെട്ടെന്ന് ഇതെത്താൻ, കാരണം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അവിടെയൊക്കെ പോയി മത്സ്യം പിടിക്കുന്നവർ തന്നെയാണ്. ഇപ്പോൾ ഡീപ് സീലാണ് എന്നതുകൊണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ട്രോളിംഗ് നിരോധനം വരുന്നത് കൊണ്ട് വേണമെങ്കിൽ കുറച്ച് കാലം അത് പിടിക്കാതിരിക്കാം. പക്ഷേ അതും പറയാൻ പറ്റില്ല എത്രത്തോളം വരുമെന്ന്, അതിങ്ങോട്ട് വരുമോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ഈ MSL കപ്പലിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുക്കും, ഒരു കേസ് കൊടുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കതിൻ്റെ എല്ലാ നിയമങ്ങളും അറിയില്ല. ചില മാരിടൈം നിയമങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിൽ ഇപ്പോൾ മെക്സിക്കൻ ഓയിൽ സ്പിൽ എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധമായ മെക്സിക്കോയുടെ തീരത്തുണ്ടായിട്ടുള്ള ഓയിൽ സ്പിൽ, അത് കപ്പൽ അപകടം മാത്രമല്ല, വലിയ തോതിൽ ഷിപ്പിങ്ങിൽ ഇതുണ്ടായതും ഖനിയുന്നുണ്ടായതും, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങൾ, ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കമ്പനികളൊന്നും തന്നെ സത്യം പറയില്ല. കാരണം ഇത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഷുറൻസ് അവിടെ ഇരിക്കുന്ന രണ്ടുപേര് എക്സ്പെർട്ടുകളായതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്ക് അറിയാം അവർ എക്സ്പെർട്ടുകളാണ്. വലിയ തുകയ്ക്കാണല്ലോ കപ്പലിൻ്റെ ഇൻഷുറൻസ് ഉണ്ടാവുക. ഇൻഷുറൻസ് കമ്പനികൾ ഇവരൊക്കെ തമ്മിലൊരു കളിയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വീക്കാണ് കേരള ഗവൺമെൻറ് എന്ന് പറയുന്നത്. എങ്ങനെ നമ്മളിതിനെ ഏറ്റവും പെർഫെക്റ്റായി പ്രസൻറ്റ് ചെയ്യും? ക്രിമിനൽ കേസ് എടുക്കാൻ കഴിയുമോ? ക്രിമിനൽ നടപടികൾ ഇതിലുണ്ടോ? കാരണം ഇതിൽ ജീവഹാനി ഉണ്ടാവാം, പാരിസ്ഥിതികമായ നാശമുണ്ടാവാം, തീരത്തിന് നാശമുണ്ടാവാം, ലോങ് ടൈം. ഇപ്പോൾ കഴിഞ്ഞ കപ്പലിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞാലും കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു. കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അപകടകരമായ ഒരു രാസവസ്തുവായിരുന്നു. പെല്ലറ്റ്സ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് പെല്ലറ്റ്സ്, എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ തീരങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ തീരങ്ങളിൽ വന്നടിഞ്ഞതിൻ്റെ എത്രയോ മടങ്ങ് അത് ഫുഡ് ചെയിനിൽ മറ്റേ ജീവികളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞ് അത് കണ്ടാൽ മത്സ്യത്തിൻ്റെ മുട്ട പോലെ തോന്നും ചിലതെന്ന്. അതുകൊണ്ട് മത്സ്യങ്ങൾ അത് വളരെ വേഗം ഭക്ഷിക്കും, ചെറിയ മത്സ്യങ്ങളെ, വലിയ മത്സ്യങ്ങൾ, അങ്ങനെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് ദീർഘകാലം ഉണ്ടാക്കാൻ പോകുന്ന, ഫുഡ് ചെയിനിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇവിടെ അതിനേക്കാൾ മാരകമായ രാസവസ്തുക്കളാണ്. ഹസാഡസ് മെറ്റീരിയലിന്, ഓയിൽ സ്പില്ലിന് ഒക്കെ തന്നെ വളരെ കൃത്യമായി നിയമങ്ങളുണ്ട് എന്നാണ് കൃത്യമായി നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ചുകൊണ്ട് എന്തുകൊണ്ട് കേസുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൗതുകരമായ ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വളരെ വിശദമായി വരാം. ഓരോ കൺവെൻഷനും അനുസരിച്ച് നമ്മളത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശ്രീ ബേസിലാൽ, ഇപ്പൊ നോക്കൂ, മുമ്പുണ്ടായിട്ടുള്ള ഒരു അപകടം 2021 കൊളംബോയിൽ ഉണ്ടായിട്ടുള്ള എക്സ്പ്രസ് പേൾ അപകടം. അവിടെ ഈ 1680 ടൺ പ്ലാസ്റ്റിക് നഡിൽസ് കടലിൽ വീണപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതം, അവിടെ 600 കടലാമകൾ ചത്തുപോയി. പിന്നീട് ആ തീരത്ത് നിന്ന് പിടിച്ചിട്ടുള്ള മീനുകളുടെ ചെകിളകളിലും അതുപോലെ തന്നെ വയറ്റിലും അടക്കം ഈ പ്ലാസ്റ്റിക് നേഡിൽസ് കണ്ടെത്തിയത് വലിയ വാർത്തയായിരുന്നു. ഇവിടെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ടു. നമ്മുടെ തീരത്ത് തുടർച്ചയായി 2 അപകടം ഉണ്ടാകുന്നു. മത്സ്യത്തൊഴിലാളി മേഖല ആകെ ആശങ്കയിലാണ്. കടലിന്റെ ആവാസ വ്യവസ്ഥയെ, കടലിന്റെ പരിസ്ഥിതിയെ, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെയൊക്കെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ശക്തമായ നടപടികൾ എടുക്കാത്തത്? 3ാം കക്ഷി ഇൻഷുറൻസിന്റെ പൈസ കിട്ടിയാൽ മതി, നമുക്ക് ബാക്കിയൊക്കെ പൊക്കോട്ടെ എന്ന സമീപനം എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? എൽസ 3യുമായി ബന്ധപ്പെട്ട് കേസിന് പോകുന്നില്ല കേന്ദ്രവും കേരളവും. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായിട്ട് മത്സ്യത്തൊഴിലാളി സമൂഹം വലിയ ആശങ്കയിലാണ്. 2 ആഴ്ച മുമ്പുണ്ടായ സംഭവം, ഇപ്പം അത് തോട്ടപ്പള്ളി സ്പിൽവേക്ക് ഏകദേശം 27 നോട്ടിക്കൽ മൈൽ അകലെയാണ്. പക്ഷേ ആ വിഷയത്തിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ എണ്ണയുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, ആ മേഖലയിൽ ഒരു നിശ്ചിത അളവ് വരെ മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും വിധത്തിൽ മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ മത്സ്യം അവിടെ വിതരണം ചെയ്തിട്ടുള്ള, അവിടെ പകർന്നിട്ടുള്ള എണ്ണ ഏതെങ്കിലും രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകം തന്നെ ചത്തുപൊങ്ങേണ്ടതാണ്. അപ്പോൾ ഈ തോട്ടപ്പള്ളിക്ക് സമീപം ഉണ്ടായ അപകടത്തെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിനൊരു ആശങ്കയുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ അത് നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെയും വന്നിട്ടില്ല. എന്നാലിപ്പോൾ രണ്ടാമത്തെ സംഭവം ഇത് ഉൾക്കടലിലാണ്. ഡീപ് സീ ട്രോളിങ്ങുമായി ബന്ധപ്പെട്ട വലിയ ട്രോളറുകൾ ഫിഷ് ചെയ്യുന്ന മേഖല, അവിടെ മാത്രമായി ഇത് പരിമിതപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും നേരത്തെ നീലകണ്ഠൻ സാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതൊക്കെ ഇത് പല വിധത്തിൽ ഇതെങ്ങനെ വന്ന് ഭവിക്കുമെന്ന് നമുക്ക് ഇപ്പോഴേ ഒരു പ്രഡിക്ഷനിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്, 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള വിഷയങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് സേ ഉള്ളത്.
2016 സെൻട്രൽ ആക്ടിനകത്ത് ഭേദഗതി വന്നു എന്ന് പറയുമ്പോൾ പോലും വളരെ കൃത്യമായ നിയന്ത്രണങ്ങളാണ് ആ ഭേദഗതിക്ക്. ഇതിനകത്ത് പൂർണ്ണമായിട്ട് കേന്ദ്ര കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 2016 വിജ്ഞാപനം അനുസരിച്ച് 200 നോട്ടിക്കൽ മൈൽ അകലെയുള്ള പ്രദേശങ്ങളിൽ ഈ കോസ്റ്റൽ പോലീസിന് കേസെടുക്കാം. അപ്പൊ കേരളത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിന് ഈ 2 വിഷയങ്ങളിലും കേസെടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുള്ള നിയമപരിരക്ഷ ഇപ്പോൾ ഉണ്ട്. കൊച്ചി പോലീസിന് അതിന് അധികാരമുണ്ട്, കേസെടുക്കാം. പക്ഷെ അതിനകത്തുള്ള താഴെത്തട്ടിൽ ഇത് തലക്കെട്ടിൽ പറയുന്നെങ്കിലും അതിനകത്ത് ആ സെൻട്രൽ ആക്ടിനകത്ത് ആ അമെൻമെൻറ്റിനകത്ത് കൃത്യമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റോളിനെ കുറിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നിഗമനത്തിലെത്തി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ വെട്ടിലാക്കുന്ന രീതിയിൽ വിവാദം കൊണ്ടുവരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ വിഷയത്തിൽ വളരെ റാപ്പിഡായിട്ട് ഇടപെടാൻ ശേഷിയുള്ളതും ചെയ്യേണ്ടതുമായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പൂർണ്ണമായിട്ട് സാധ്യമായതെല്ലാം ഈ മേഖലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സബ് കമ്മിറ്റി രൂപീകൃതമായിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ 2-3 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ കപ്പൽ അപകടം നടന്ന സംഭവത്തിൽ ഈ പറയപ്പെടുന്ന ഈ അക്കാര്യത്തിലുള്ള ഒരു എതിരഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പൊ നോക്കൂ, 2012 എൻറിക്ക അലക്സി സംഭവം ഉണ്ടാവുന്നത്. നമുക്കറിയാം 24 നോട്ടിക്കൽ മൈൽ അപ്പുറത്തായിരുന്നു അവിടെ കേസുണ്ടായി. 45 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് നിന്നാണ് ആ കപ്പൽ പിടിച്ച് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. 200 നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ള വിഷയങ്ങൾ കേസെടുക്കാമെന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നു. ഇവിടെയുള്ള പ്രശ്നം കേന്ദ്രത്തിൻ്റെത് മാത്രമാണോ? കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കൺസെൻസസ് എന്താണ്, സമവായം എന്താണ്, കേസെടുക്കേണ്ടതുള്ളതാണ്? ജയതിലകിന്റെ ചീഫ് സെക്രട്ടറിയുടെ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: ദ MSC ഇസ് എ റെപ്യൂട്ടഡ് കമ്പനി വിച്ച് പാട്രണൈസ് ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ആൻഡ് ദ കമ്പനി റിക്വയർസ് എ ഗുഡ് വിൽ ഓഫ് കേരള ഫോർ ദെയർ ഓപ്പറേഷൻസ് ഹിയർ. ഇറ്റ് ഈസ് ഓൾസോ in their interest to cooperate with Kerala and settle the claims through the insurance company. See, ഈ MSC എന്ന് പറയുന്ന കമ്പനി വിഴിഞ്ഞത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് വളരെ താല്പര്യമുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ഒരു അടുത്ത കമ്പനിയാണല്ലോ, അതുകൊണ്ട് ഇവർക്ക് കേസും കൂട്ടോ ഒന്നും വേണ്ട, ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് സംസ്ഥാനമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കരുത് അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല എന്ന് ശുപാർശ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇത് ഇൻഷുറൻസ് ക്ലെയിം മതി എന്നാണ് പറയുന്നത് ചീഫ് സെക്രട്ടറി. അല്ലല്ല, എന്റെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഗവൺമെന്റ് റെപ്രസെന്റ് ചീഫ് സെക്രട്ടറിയുടെ കത്താണല്ലോ. കത്തല്ല, ഇത് മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് സെക്രട്ടറിയും തമ്മിൽ ഒരുമിച്ചിരുന്നതിന് ശേഷം ഉണ്ടാക്കിയ ധാരണയാണ്. അത് രേഖാമൂലം നോട്ടായിട്ടുണ്ട്. ഞാൻ ആ നോട്ട് വായിക്കാം. ദ ജനറൽ കൺസെൻസസ് വാസ് ദാറ്റ് എ ക്രിമിനൽ കേസ് നീഡ് നോട്ട് ബി ഫയൽഡ് ഇമ്മീഡിയറ്റ്ലി എന്നാണ്. അത് എന്നേക്കും അത് ക്ലോസ് ചെയ്യുന്നില്ലല്ലോ, ഇതൊരു തുടക്കമല്ലേ. നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പത്രത്തിൽ വാർത്തയായി വന്നിട്ടുള്ളത്. ഇത് അവിടെ കൊണ്ട് ഈ വിഷയം അവസാനിക്കുന്നില്ലല്ലോ, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള വ്യക്തതക്കുറവ് ഇന്നും നിലനിൽക്കുകയാണ്. ശാസ്ത്ര സമൂഹത്തിന് പോലും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഇപ്പോൾ തന്നെ 2 എക്സ്പേർട്സ് അവരുടേതായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. നമ്മൾ എന്തിനാ ഇത്ര തിടുക്കം കാണിക്കുന്നില്ല? ഇറ്റ് ഇസ് വെയിറ്റ് ആൻഡ് സി. ചെയ്തിട്ടുണ്ട് എന്നുള്ളതിലാണ് എന്റെ വിശ്വാസം. താങ്കളുടെ അഭിപ്രായം? ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയങ്ങൾ MSC എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുമായിട്ടുള്ള ലൈസൺ ആണോ, അതോ നമ്മുടെ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമായ പദാർത്ഥങ്ങളൊക്കെ അവരുടെ ചെലവിൽ നീക്കം ചെയ്യണം, നമുക്ക് മതിയായ നഷ്ടപരിഹാരം കിട്ടണം, വന്നിട്ടുള്ള ഡാമേജ് പരിഹരിക്കണം എന്നുള്ളതാണോ പ്രധാനം എന്നുള്ളതാണ് ഇവിടുത്തെ മൗലികമായ പ്രശ്നം. ശ്രീ KP നൗഷാദ് അലി, ഇതിനിപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ്. കേവല തെരഞ്ഞെടുപ്പ് വിഷയമാക്കേണ്ട കാര്യമേ അല്ല, ഇത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു വിഷയമാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എന്നുള്ളതല്ല, നമ്മൾ ആഗോള തലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള കപ്പൽ അപകടങ്ങളും ഓയിൽ സ്പില്ലും ഒക്കെ എടുത്താൽ ആ ബന്ധപ്പെട്ട മേഖലയുടെ കടലിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിച്ചിട്ടുള്ള കോട്ടം അത് എത്രമാത്രമാണ്, അതിന്റെ പ്രത്യാഘാതം എത്രമാത്രമാണ്, അത് എത്ര വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതാണ്, അത് ക്ലീൻ ചെയ്യാൻ എത്ര പണമാണ് ആവശ്യം, ഈ ഡാമേജ് കൺട്രോളിന് എത്ര തുക വേണം, ഇതൊക്കെ അനുസരിച്ചുള്ള നഷ്ടപരിഹാരം. ഇങ്ങനെ നമ്മൾ ആഗോള തലത്തിൽ ഇതിനു മുമ്പ് ധാരാളം ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരള തീരത്ത് അറബിക്കടലിൽ 2 തവണ കപ്പൽ ഛേദം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ അങ്ങ് പൊക്കോട്ടെ, ഒരു അപകടമല്ലേ എന്നുള്ള ഒരു ലാഘവത്വം നിറഞ്ഞ സമീപനമാണോ കാണുന്നത്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അഭിലാഷ്, ഇവിടെ നമ്മൾ ഒരുപാട് കപ്പൽ അപകടങ്ങളെക്കുറിച്ച്, പല പ്രദേശങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. അവിടങ്ങളിലൊക്കെ ഒരു തവണ ഒരു അപകടം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ തീരത്ത് ഒരു 10-16 ദിവസത്തിനാണ് ഇടയിൽ, മെയ് 24 പിന്നെ MSC കപ്പൽ അപകടം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് 16 ദിവസം പിന്നിടുമ്പോൾ അടുത്ത അപകടം കൂടി ഉണ്ടാകുമ്പോൾ അത് ഒരു തീർച്ചയായിട്ടും അതൊരു ആകസ്മികം തന്നെ ആയിരിക്കും, കോയിൻസിഡൻഷ്യലായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മുടെയൊക്കെ ഒരു
കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മുടെ തീരപ്രദേശത്തെ അത് ഹാനികരമായി ബാധിക്കാതിരിക്കാനുള്ള ദീർഘവീക്ഷണത്തിലൂന്നിയ നടപടികൾ, അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാൻ, തീരപ്രദേശത്തെ രക്ഷിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരാണ് അടിയന്തരമായിട്ട് കൈക്കൊള്ളേണ്ടത്. പക്ഷേ ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം കാണുമ്പോൾ ഈ ഉൾനാടൻ തീരത്തെ ഈ കോസ്റ്റൽ കോർപ്പറേറ്റ് ഈ ബെൽറ്റിൽ ഈ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് രംഗത്തെ ഒരു ചാതുർവർണ്ണയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഒരു ദാസന്മാരായിട്ട് കേരളത്തിൻ്റെ സർക്കാർ മാറുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം 2010 മഹാരാഷ്ട്രയിൽ അപകടം ഉണ്ടായി. ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം അവിടുത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് കേസെടുത്തപ്പോഴാണ് ആ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഏതായാലും ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്, എന്നാൽ സാമ്പത്തികമായിട്ടൊരു പാക്കേജും ഒരു സുരക്ഷയും പരമാവധി എന്ത് ചെയ്യാൻ കഴിയും ആഫ്റ്റർ ഡിസാസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഈ കേരള സർക്കാരിൻ്റെ സമീപനം അത് അത്യന്തം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാർ വളരെ ചുണയോടുകൂടി നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോയേ തീരൂ. അല്ലെങ്കിൽ കേരളത്തിൻ്റെ തീരദേശമാണ് നശിക്കുക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൻ്റെ 20% ജനങ്ങൾ വസിക്കുന്നത് തീരദേശത്താണ്. തീരദേശം അല്ലെങ്കിൽ തകർന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ ദുർബല, പിന്നെ ഗർഭിണിയും എന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇന്ന് രാത്രി 12 മണി മുതൽ 52 ദിവസത്തേക്ക് ട്രോളിംഗ് നിരോധനം നിലവിൽ വരികയാണ്. പിന്നെ കടലിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു തരത്തിലുള്ള മത്സ്യബന്ധനത്തിനും അവിടെ സാധ്യമല്ല. അവിടെ അവരുടെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിലേക്ക് കുടിശ്ശികയായിട്ട് വലിയ ഗഡുക്കൾ നിൽക്കുകയാണ്. അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, അവർക്ക് അവരുടെ ക്ഷേമനിധിയുടെ തുക പോലും കിട്ടുന്നില്ല. തീരപ്രദേശം മുഴുവൻ ഒലിച്ചു പോവുകയാണ്. അവിടെയാണ് 12 ബ്ലോക്കുകളിൽ ഖനനം നടത്താൻ ഈ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. പാവപ്പെട്ട അവിടുത്തെ ജനതയെ ആട്ടിയോടിക്കുന്ന തരത്തിൽ ഫിഷറീസ് വകുപ്പും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പും ഒക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു മഹാവിപത്ത് ഡെമോക്ലിസിൻ്റെ വാള് പോലെ അവിടെ തൂങ്ങിക്കിടക്കുന്നത്. അത് പറിച്ചെറിഞ്ഞ് തീരദേശ നിവാസികളെ രക്ഷിക്കാൻ, അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവിടുന്ന് തുരത്തി ഓടിക്കേണ്ടവരല്ല അവർ എന്നൊരു ബോധം കേരളത്തിലെ സർക്കാരിന് വേണം. സമീപനമാണ് കേരള സർക്കാരിന് വേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ചർച്ചയിലേക്ക് വേണ്ടി കമാൻഡർ രാജേഷ് ശ്യാംകുമാർ, നിരവധി ഇന്റർനാഷണൽ കൺവെൻഷനുകൾ നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കടൽ മലിനപ്പെടുത്തിയാൽ, കടലിൽ മാലിന്യം പരന്നാൽ ആർക്കാണ് റെസ്പോൺസിബിലിറ്റി, എങ്ങനെയാണ് അതിൻ്റെ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വാൻഹായ് 503യുടെ ദുരന്തത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും അടിയന്തരമായ കാര്യം ആ കപ്പലിനെ ഇപ്പോൾ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. പൂർണ്ണമായും ഈ കാർഗോ വെള്ളത്തിൽ വീണാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇന്ന് കോസ്റ്റ് ഗാർഡിന്റെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് തീരത്തേക്ക് എത്താതിരിക്കാൻ, അതായത് ഇപ്പോൾ 80 നോട്ടിക്കൽ മൈലിന് ഇപ്പുറത്താണ്, അത് ഷോറിലേക്ക് വരാതിരിക്കാനുള്ള നടപടികൾ എടുക്കുമെന്നുള്ളതാണ്. അത് എങ്ങനെയാണ് സാധ്യമാവുക? അതിൻ്റെ ഒരു സാങ്കേതികത്വം എങ്ങനെയാണ്? ഇതിനകത്ത് എത്ര കണ്ടെയ്നേഴ്സ് ഉണ്ടാവും അതനുസരിച്ചിരിക്കും. മൂന്ന് ഡയമെൻഷൻസിൽ പൊല്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എയർ പൊല്യൂഷൻ, കാരണം ഇത് മുഴുവൻ കത്തിയിട്ട് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മളിപ്പോൾ വിൻഡ് ഡയറക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ബ്ലോയിങ് ടുവേർഡ്സ് ദ ലാൻഡ്, നമ്മുടെ ലാൻഡിൻ്റെ ഡയറക്ഷനിലേക്കാണ് വരുന്നത്. സെക്കൻഡ്, ഇതിനകത്ത് ഉള്ള ടോക്സിക് സബ്സ്റ്റൻസസ് അത് കത്തിപ്പോയി കഴിഞ്ഞാൽ കത്തിപ്പോവും. പിന്നെ അത് അപ്പോൾ മെറീൻ പൊല്യൂഷൻ കുറവായിരിക്കും. അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് വീണ് പോയി കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സ് ഫിസിക്കലി റിക്കവർ ചെയ്ത് ഏതെങ്കിലും ബാർജിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അത് വെതർ ഡിപ്പെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ഒരു ഷെൽട്ടേർഡ് ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കണം. പക്ഷേ എനി വിച്ച് വേ ആ കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ കിടക്കുന്തോറും അത് മെറീൻ പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ തേർഡ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ട്രക്ചറൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ, ഷിപ്പ് ബ്രേക്കപ്പ് ആർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രക്ചറൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂവൽ ഓയിൽ പുറത്തു വരും. അതിൻ്റെ ഇമ്മീഡിയറ്റ് പൊല്യൂഷൻ റിസ്ക്കും അതിൻ്റെ പെർസിസ്റ്റൻറ്റ് പൊല്യൂഷൻ റിസ്ക്കും അത് ഇറ്റ് ക്യാൻ ബി സബ്സ്റ്റാൻഷ്യൽ. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ കയ്യിൽ ബൂംസ് ഉണ്ട്. ഇത് ഫ്ലോട്ടിംഗ് ബൂംസ് ഇടാം, അത് ഓയിൽ സ്ലിക്കിൻ്റെ ബോർഡറിലിടാം. അവർക്ക് കെമിക്കൽ ഡിസ്പേഴ്സൻ്റ് ഉണ്ട്, ഓയിൽ സ്ലിക്ക് ഡിസ്പേഴ്സ് ചെയ്യാവുന്ന സാധനമുണ്ട്.
പിന്നെ സ്കിമ്മേഴ്സ് ഉണ്ട്, അത് ഓയിൽ കളക്ട് ചെയ്യാൻ പറ്റും, സീ വാട്ടറിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ഒരു ക്വാണ്ടിറ്റി വരെ പറ്റുള്ളൂ. 100% പൊല്യൂഷൻ പ്രൂഫ് ആക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നന്ന്, അല്ലെങ്കിൽ ദെയർ വിൽ ബി ചാൻസസ് ഓഫ് പൊല്യൂഷൻ. അത് ഷോറിലേക്ക് പൊല്യൂഷൻ അല്ലെങ്കിൽ ഫുഡ് ചെയിനിലേക്ക് പൊല്യൂഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുക. യെസ്, അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ആശങ്കയാണ്. ഫുഡ് ചെയിനിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിലേക്ക് തന്നെ ഈ പൊല്യൂഷൻ എത്താനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ക്യാപ്റ്റൻ റിയാസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ തോട്ടപ്പള്ളിക്ക് അടുത്ത് നടന്ന അപകടമുണ്ടല്ലോ, അത് തീരത്തോട് കുറെ കൂടി ചേർന്നായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ വലിയ വിവാദം നടക്കുന്നു. MSC ഇന്നിപ്പോൾ MSCയുടെ ഐറിൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കപ്പൽ വിഴിഞ്ഞത്തെത്തിയ ദിവസമാണ്. MSCയുടെ ഒരു ഫീഡർ ഷിപ്പാണ് എൽസാത്രി എന്ന കപ്പലാണ് ഇവിടെ മുങ്ങിയത്. അപ്പോൾ എന്തുകൊണ്ട് MSCയെ ഉത്തരവാദിയാക്കുന്നില്ല, എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് കേരള സർക്കാരിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത് വിഴിഞ്ഞവുമായി അസോസിയേറ്റ് ചെയ്യുന്ന MSCക്കെതിരെ കേസല്ല എടുക്കേണ്ടത്, ഞങ്ങൾ ഇൻഷുറൻസ് വഴി നഷ്ടപരിഹാരം ഈടാക്കുക എന്ന ശ്രമത്തിലാണ് എന്നുള്ളതാണ്. ഇവിടെ കേസെടുത്ത് കമ്പനിയെ കൊണ്ട് ആ കാശ് കെട്ടിവെപ്പിക്കുന്നതാണോ ഇൻഷുറൻസ് വഴി പരിഹാരം നോക്കുന്നതാണോ ശരിയായ മാർഗം? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം കറക്റ്റാണെന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ MSC നമ്മുടെ സംസ്ഥാനവുമായിട്ട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് അവിടുത്തെ ആ പൊല്യൂഷൻ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയും കണ്ടെയ്നറുകളും കെമിക്കൽസും അതുപോലെ തന്നെ ആ ഓയിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫ്യൂവലൊക്കെ നീക്കാനുള്ള ശ്രമമൊക്കെ ആ കമ്പനി തന്നെ ലോകത്തെ ഏറ്റവും വലിയ സാൽവേജ് നടത്തുന്ന കമ്പനികളെ കൊണ്ടുവന്ന് TNT എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു അമേരിക്കൻ കമ്പനിയാണ്. അവരെ കൊണ്ടുവന്ന് അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത് നമുക്ക് നല്ലതായിട്ടാണ് കാണേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഓരോ കപ്പലിനും ഓരോന്നിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടെ ലിമിറ്റേഷൻ അനുസരിച്ച് പക്ഷേ ഇൻഷുറൻസ് കമ്പനികൾ പൈസ കൊടുക്കും. ഒരുപക്ഷെ ആ പൈസ കൊണ്ടൊന്നും നമ്മുടെ ഈ ഡാമേജ് ഒന്നും തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവർ ഈ MSC ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ കപ്പലിലുണ്ടായ അല്ലെങ്കിൽ കപ്പലിൽ നിന്നുണ്ടാകുന്ന ഡാമേജസ് എല്ലാം അവർ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തനിയെ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഡാമേജസ് കുറവാകും. അല്ലാതെ നമ്മൾ കേസ് എടുത്തിട്ട് നിങ്ങൾ കേസിന് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കപ്പലിലും നമുക്കിപ്പം ഇപ്പോൾ ഈ തീ പിടിച്ച കപ്പലിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇപ്പം ഈ ഡീപ് സീ എന്ന് പറഞ്ഞു. ഡീപ് സീ അല്ല യഥാർത്ഥത്തിൽ, നമ്മൾ വളരെ അടുത്താണ്. 70 മൈൽ എന്ന് പറയുന്നത് വളരെ അടുത്താണ്. ഡീപ് സീ എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ MSC ഷിപ്പ് മുങ്ങിയതിനേക്കാൾ കുറച്ചുകൂടി താഴ്ച ഉള്ള സ്ഥലത്താണ് ഈ കപ്പലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കപ്പൽ മുങ്ങിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഫ്യൂൽ ഓയിലിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് വരും. കാരണം ആഴം കൂടുന്തോറും ഈ മുങ്ങൽ വിദഗ്ധരൊക്കെ താഴെ പോയതൊക്കെ റിമൂവ് ചെയ്യുന്നത് ചിലപ്പോൾ അസാധ്യമായിട്ട് വരും. ഈ കപ്പലിൽ നിന്നൊക്കെ ഈ എണ്ണ വരുന്നത് വളരെ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തീരവും, പ്രത്യേകിച്ച് നമ്മുടെ ബീച്ചസും ഈ നമ്മുടെ ഈ ജൈവസമ്പത്തുകളെല്ലാം നശിച്ചു പോകാനുള്ള വളരെ വലിയ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് എടുക്കുന്നതിനേക്കാൾ നല്ലത് അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഇത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണെന്നല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ MSCയുടെ ഹിസ്റ്ററി തന്നെ പരിശോധിച്ചാൽ ഉണ്ടായിട്ടുള്ള മുൻ അപകടങ്ങൾ 2009 MSC ജസീക്ക, 2012 MSC ഫ്ലാമിന, 2007 MSC നാപ്പോളി ഒക്കെ വിവിധ കടലുകളിൽ അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ തകർന്ന സമയത്ത് സാൽവേജ് ഓപ്പറേഷൻ ഫലപ്രദമായി ചെയ്തത് MSC ആണ്. അപ്പോൾ എൽസാത്രിയുടെ കാര്യത്തിലും അവരിപ്പോൾ അവരുടെ സ്റ്റാഫ് തന്നെ ഇൻവോൾവ് ആണ്. ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത് അവരുടെ റിസ്കിൽ അവരുടെ ചെലവിൽ അവർ ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി ഇൻഷുറൻസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള മാർഗ്ഗം. ഇപ്പോൾ കേസെടുത്താൽ എന്താണ് സംഭവിക്കുക? കേസെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇത് മതിയാക്കിയിട്ട് പോകാം. ഇത് ഓക്കെ, ഞങ്ങൾ ഇൻഷുറൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് നിങ്ങൾ പൈസ മേടിച്ചു, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇത് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത് കുറച്ചുകൂടെ ഈ ലീഗൽ എക്സ്പേർട്സിനാണ് എന്നെക്കാൾ നല്ലവണ്ണമായിട്ട് പറയാൻ കഴിയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നത് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഉള്ള കാര്യമാണ് ശരി, ഇപ്പോൾ ചെയ്യുന്നത് ശരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഓക്കെ. നമ്മളോടൊപ്പം ഒരു അതിഥി കൂടി PI ഹാരിസ് കൂടിയുണ്ട്. ഹാരിസ്, നോക്കൂ, ഇപ്പോൾ അടുപ്പിച്ച് 2 അപകടം ഉണ്ടാവുക എന്ന് പറയുന്നത്
മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല മുഴുവൻ കേരളീയരെയും ആശങ്കയിലാക്കുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫുഡ് ചെയിനിലേക്ക് ഈ ടോക്സിക് സബ്സ്റ്റൻസുകൾ, വിഷപദാർത്ഥങ്ങൾ എത്തിയാൽ ഉണ്ടാവുന്ന ആശങ്ക എന്നുള്ളത് വേറെ ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് മുൻ അനുഭവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടുതാനും. അപ്പോൾ ആവർത്തിച്ചുണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ ഒരു വലിയ ആശങ്കയായി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക സംവിധാനങ്ങൾക്ക്? ഇപ്പോൾ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഇക്കാര്യത്തിൽ റോളുണ്ട്. 12 നോട്ടിക്കൽ മൈലേ ഉള്ളൂ ഞങ്ങളുടെ അധികാര പരിധി എന്ന് പറഞ്ഞ് സംസ്ഥാനത്തിന് ഇരിക്കാൻ കഴിയുമോ? സൗണ്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇതിൽ വലിയ ആശങ്കയാണ് തീരദേശ ജനതയ്ക്കുള്ളത്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക്. കുറേ നാളുകളായി നമ്മുടെ കടൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ എൻട്രിക്ക ലക്സി എന്ന് പറഞ്ഞ വലിയ വിവാദമായൊരു വിഷയമാണ്. 2 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ നിഷ്ഠൂരമായി വെടിവെച്ചു എന്നൊരു സംഭവം. അതിൻ്റെ നിയമപ്രശ്നങ്ങൾ തന്നെ വലിയ ആശങ്കയും വിവാദങ്ങളും ഉണ്ടാക്കിയതാണ്. അത് പിന്നീട് അതിനുശേഷവും അപകടമുണ്ടായിട്ടുണ്ട്. നമ്മുടെ 2018 പ്രളയ സമയത്തും മുരമ്പും പടിഞ്ഞാറ് വെച്ചൊരു കപ്പലപകടം ഉണ്ടായി. അതിൽ 5ഓളം വരുന്ന നോർത്ത് ഇന്ത്യൻ തൊഴിലാളികളടക്കമാണ് നഷ്ടമായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുതിയ സംഭവം ഉണ്ടായത്. MSC എൽസ 3 മുങ്ങി. അതുമായിട്ട് വലിയ ആശങ്ക തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കടക്കം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് 16 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കപ്പൽ അപകടം നമ്മുടെ കടലിലുണ്ടാകുന്നു. തീരദേശ ജനതയ്ക്ക് ഇപ്പോൾ കടലൊരു ഭയമായി മാറിയിരിക്കുകയാണ്. അത് ബോധപൂർവം സൃഷ്ടിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് കടൽ ഖനനം ചെയ്യാനൊരു നിലപാടെടുക്കുകയുണ്ടായി. അത് വലിയ ലക്ഷ്യമാണ്, വലിയ സാമ്പത്തിക സ്രോതസ്സായിട്ട് കാണുകയാണ്. മത്സ്യസമ്പത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിനേക്കാൾ അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിട്ടാണ്, എത്രയോ വിപുലമായ രൂപത്തിലാണ് ആ കടലിൽ കിടക്കുന്ന വിലമതിക്കാനാവാത്ത വിഭവങ്ങളെ ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഭയാനകമായ അന്തരീക്ഷങ്ങൾ കടലിലുണ്ടാകുമ്പോൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ ഇതിൽ നിന്ന് വിട്ടുപോകുമോ, അല്ലെങ്കിൽ വിട്ടുപോകാൻ കഴിയുന്ന ചിന്താഗതി ആരെങ്കിലും ഉണ്ടോ എന്നൊരാശങ്ക ഇക്കാര്യത്തിലുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ തീരപ്രദേശത്തെ ജനങ്ങൾ, കേരള സർക്കാരിന് വലിയ പിന്തുണ നൽകുന്നൊരു വിഭാഗമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. അത് വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ അപകടമുണ്ടായപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് 1000 രൂപയും 6 കിലോ അരിയും സർക്കാർ അടിയന്തരമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാവുന്ന തരത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചത്തോടുകൂടി തുറന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എടുത്തിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്. അത് കൃത്യമായി പാലിക്കപ്പെടണം. അല്ല, അവിടെയാണ് അങ്ങനെ ആ നിയമങ്ങൾ പാലിച്ച് MSC എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ട് ആ നിയമത്തിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഈടാക്കിക്കാനാണോ ശ്രമിക്കുന്നത്? ഒരു ലൈസൺ വർക്കിനാണോ? ലൈസൺ ആണ് എന്നുള്ളതാണ് സർക്കാരിന്റെ തന്നെ രേഖകൾ വ്യക്തമാക്കുന്നത്. MSC വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണെന്നും നമ്മളുമായി സഹകരിക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ സാൽവേജ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻഷുറൻസ് വഴി കിട്ടാനുള്ള തുക കിട്ടിയാൽ മതി, ആ ക്ലെയിം വളരെ സ്ട്രോങ് ആയി ഉന്നയിക്കാം എന്നുള്ളതേ ഉള്ളൂ സർക്കാരിന്റെ തീരുമാനം. അല്ലാതെ ഇപ്പോൾ ഇന്റർനാഷണൽ കൺവെൻഷന്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ, ഒരുപാട് കൺവെൻഷൻസ് ഉണ്ട്. അതനുസരിച്ച് ഓരോ ഇനത്തിലും നമുക്ക് ക്ലെയിം ചെയ്യാം. അതിലേക്കൊന്നും പോകുന്നില്ല. അല്ല, സർക്കാർ ഇതിൽ കാണുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായൊരു ഷിപ്പിംഗ് കമ്പനിയാണ് MSC. അത് തർക്കമൊന്നും വേണ്ട. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പല ഇതുപോലുള്ള അപകടങ്ങളും വളരെ കൃത്യമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ പ്രശ്നം ഈ കടലിനെ എങ്ങനെ മാലിന്യരഹിതമായി അപകടകരമായ രാസപദാർത്ഥങ്ങൾ കടലിൽ ലയിക്കാത്ത രൂപത്തിൽ അതിനെങ്ങനെ നീക്കം ചെയ്യാൻ കഴിയും, അതിന് പ്രാപ്തമായൊരു കമ്പനിയാണ് MSC എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ വിലയിരുത്തൽ. അത്തരത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാനും തുടർന്ന് ഇതുണ്ടാകാതിരിക്കുവാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോർട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന നമ്മുടെ 60% കപ്പലുകൾ കടന്നു പോവുകയാണ്. ഉദാഹരണത്തിന് സോമാനിയൻ കടക്കൊള്ളക്കാരെ അടക്കം ഭയപ്പെട്ടു പോകുന്ന കപ്പലുകൾ ഇന്ത്യയുടെ സമുദ്രതീരത്തോട് ചേർന്ന് പോകുന്ന ഈ അടുത്ത കാലത്ത് വളരെ പ്രകടമാണ്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കപ്പലുകൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സമുദ്രാതിർത്തി പ്രവേശിക്കുന്ന കപ്പലുകളിൽ കൊണ്ടുപോകുന്ന ചരക്കുകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും മനസ്സിലാക്കാനും അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അടിയന്തരമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഇടപെടൽ സംവിധാനം ഉണ്ടാവണം. ശരി, അവിടെ CR നീലകണ്ഠൻ ഇപ്പോ MSCയുമായി സഹകരിച്ച് ഇപ്പോൾ MSCയുടെ വലിയ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വരുന്നു. MSC ഇപ്പോൾ ഒരു അപകടം ഉണ്ടായി, അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു.
എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ നോക്കൂ, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ മാർപോൾ കൺവെൻഷൻ അനുസരിച്ച് ഈ ഓയിൽ സ്പിൽ ഉണ്ടായാൽ, കടലിൽ എണ്ണ പരന്നാൽ നഷ്ടപരിഹാരം ഈടാക്കാം. ഹസാർഡസ് ആൻഡ് നോക്സിയസ് സബ്സ്റ്റൻസ് കൺവെൻഷൻ HSNS അനുസരിച്ച് ദുരിതമനുഭവിക്കുന്നവർക്ക്, അതായത് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം വാങ്ങാം. ഇനി കപ്പലിന്റെ അവശിഷ്ടം എവിടെയെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നൈറോബിയിൽ ചേർന്ന സർവ്വദേശീയ കടൽ സമ്മേളനം കടൽ ജീവികൾക്കുണ്ടാകുന്ന ശോഷണം അടക്കം പരിഹരിക്കുന്നതിന് നഷ്ടപരിഹാരം ഈടാക്കാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. സൊലാസ് കൺവെൻഷൻ, സുവ കൺവെൻഷൻ, ഫണ്ട് കൺവെൻഷൻ, ഇങ്ങനെ നിരവധി ഇന്റർനാഷണൽ പ്രോട്ടോക്കോളുകൾ ഉണ്ട്. നഷ്ടപരിഹാരവും അതുപോലെ തന്നെ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യർക്കുള്ള പണവും ഒക്കെ ഈടാക്കുന്നതിന് എന്നിരിക്കെ ഒരു കൺസെൻസസ് എന്നാണ് ഗവൺമെന്റ് ഉപയോഗിക്കുന്ന പദം. ആ കൺസെൻസസ് ആണോ ശരിയായ വാദം? അങ്ങനെയാണ് ശരി എന്നുള്ളത്, അങ്ങനെയാണ് ശരി വേണ്ടത് എന്ന് ഈ രംഗത്തുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇപ്പൊ താങ്കളുടെ ആംഗിൾ എന്താണ് അക്കാര്യത്തിൽ? അല്ല, ഈ രംഗത്തുള്ള ആളുകൾ അങ്ങനെ നടക്കൂ, നമ്മൾ അടിമകളാണ് എന്നതാണ് അതിൻ്റെ ഒരു സത്യം. നോം ചോംസ്കിയുടെ ഒരു പദമുണ്ടല്ലോ ഫേമസ് ആയിട്ട്, പ്രോഫിറ്റ് ഓവർ പീപ്പിൾ, ബിസിനസ് ഓവർ പീപ്പിൾ. ഇവിടെ ഇപ്പോൾ സാൽവേജിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് വളരെ വളരെ വിഷമത്തോടു കൂടി പറയണം, ലോകത്തെ എത്ര സ്ഥലങ്ങളിൽ ഇത്ര വലിയ എൻവറോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടായിട്ട് സാൽവേജിങ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സംസാരിച്ച രാജേഷ് സാറ് തന്നെ പറഞ്ഞു, സാൽവേജ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇത്രയും മാരകമായ എണ്ണയും ഇപ്പോൾ തോട്ടപ്പള്ളി ഉണ്ടായ അപകടത്തിൻ്റെ ഇപ്പോൾ ഇതിലിരിക്കുന്നവർക്കറിയാം, മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ അറിയാം, അടിമലത്തുറ വരെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കും കശുവണ്ടി എത്തി എന്ന് പറഞ്ഞാൽ എവിടേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്, അവിടുന്ന് പുറത്തു വന്ന രാസവസ്തു എവിടേക്ക് വ്യാപിച്ചിട്ടുണ്ട്. എന്ത് സാൽവേജിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയണേ? എത്ര സമയം കൊണ്ടായി സാൽവേജിങ് നടക്കുക? ഇത് ഒരു ഫുഡ് ചെയിനിൽ വന്നാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കുന്നു പറ്റില്ല. ഇപ്പോൾ നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ മറ്റേ ഓയിൽ സ്പില്ല്, ഹസാർഡസ് വേസ്റ്റ്, വായു മലിനീകരണം പിന്നെ പോട്ടെ, ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അത് പോകുമെന്ന് വിചാരിക്കാം. പക്ഷേ ഫുഡ് ചെയിനിൽ ഒരു പ്രശ്നമുണ്ടായാൽ എന്ത് സാൽവേജിങ് അവിടെ നടക്കുക? ഒരു സാൽവേജിങ് നടക്കില്ല അഭിലാഷേ, ഒരു സാൽവേജിങ് നടക്കില്ല. കുറച്ച് അതും ഇതൊക്കെ എടുത്ത് മാറ്റുന്നല്ലാതെ ഒരു 90%, ഞാൻ പറയുന്നു 90%ഉം ഈ കടലിൽ തന്നെ കിടക്കും. അങ്ങനെയാണ് ഇതിപ്പോൾ ഇവിടുത്തെ മാത്രമല്ല, ലോകത്തുണ്ടായിട്ടുള്ള കപ്പലപകടങ്ങളിലെ മിക്കവാറും സ്ഥലങ്ങളിൽ. പിന്നെ MSC നല്ല കമ്പനിയാണ്, അതുകൊണ്ട് 2 അടി അടിച്ചാലും നമ്മൾ സഹിക്കുക, അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്നതാണ് ഒരു സർക്കാരിൻ്റെ നയമെങ്കിൽ പിന്നെ ഈ അന്താരാഷ്ട്ര കൺവെൻഷൻ എന്താ അർത്ഥം? ഇപ്പം നമ്മുടെ നാട്ടിൽ CRPC IPC ഒക്കെ ഉണ്ട്, അതുപോലെ അത് മാറ്റിയ സാധനങ്ങളുണ്ട്. നമുക്ക് CRPC IPC ഒന്നും വേണ്ട, തല്ലിയവൻ ഒത്തിരി കഴിവുള്ളവനാണ്, അതുകൊണ്ട് CRPC വേണ്ട എന്ന് പറയുന്നതിന് തുല്യമായൊരവസ്ഥയല്ലേ ഇത്? നമ്മളെ അടിക്കുന്നവൻ വളരെ ശക്തനും അധികാരമുള്ളവനുമാണെങ്കിൽ എന്തിനാ ഇപ്പോൾ അവനോട് വഴക്കുണ്ടാക്കണം? എന്താണുള്ള കാശ് മേടിച്ച് മിണ്ടാതിരുന്നാൽ പോരെ, അവർ വലിയ ആളല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത്. പ്രായോഗികമായി എത്ര സ്ഥലത്ത് കേസ് കൊടുത്തിട്ടുണ്ട്, എത്രയോ രാജ്യങ്ങൾ കേസ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മെക്സിക്കൻ ഓയിൽ സ്പില്ലിനെ കുറിച്ച് ഞാനതാ നേരത്തെ പറഞ്ഞേ, എത്ര പൈസ മേടിച്ചിട്ടുണ്ട് ഓയിൽ സ്പില്ല് ഇതിനെക്കുറിച്ച്, ഹസാർഡസ് വേസ്റ്റിനെ കുറിച്ച്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, നോം ചോംസ്കിയുടെ പ്രിൻസിപ്പിൾ നടക്കില്ല, പ്രോഫിറ്റ് ഓവർ പീപ്പിൾ. ജനങ്ങളെ സംരക്ഷിക്കുന്ന പറഞ്ഞാൽ അത് പറയാൻ ആർക്കാ പറ്റാത്ത? ഈ എക്കോസിസ്റ്റം പോയാൽ ഒരു മന്ത്രിസഭയുടെയോ മന്ത്രിയുടെയോ ഒരു കാലമല്ലല്ലോ ഇതിനുള്ളത്. ഇത് എത്ര കൊല്ലത്തേക്ക് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും? ആർക്കറിയാൻ പറ്റും ഇതിൻ്റെ എത്ര കൊല്ലത്തേക്ക് ഉണ്ടാവുന്നു? ഇത് ആഴക്കടലിൽ പോയാൽ, അല്ലെങ്കിൽ ആഴക്കടലിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ 70 നോട്ടിക്കൽ മൈലിനപ്പുറത്ത് പോയാൽ, അത് അവിടെ കിടന്നാൽ, അത് അടിയിൽ കിടന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം? കടലിലുണ്ടാവുന്ന മാറ്റം, കാറ്റിനുണ്ടാവുന്ന മാറ്റം, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ നിയമം നടപ്പാക്കണമെന്ന് സർക്കാരെങ്കിലും പറയണ്ടേ? ഇവിടെ നിയമം നടപ്പാക്കണ്ടെന്ന് പറയണേ. നിയമം വേണ്ട, നമുക്ക് സെറ്റിൽമെൻ്റ് ആവാം. കമ്പനി എത്ര വലിയ ആളാവട്ടെ, ഏത് കമ്പനിക്കും അവരുടെ പ്രോഫിറ്റ് അല്ലേ നോക്കുക, വേറെ അവർ നോക്കൂ. അപ്പോൾ കേസ് കൊടുത്താൽ അവർ ചിലപ്പോൾ ഇത് നിർത്തിപ്പോകും എന്നുള്ള രണ്ടാമത്തെ കാര്യം. അവിടെയാണ് ഇന്റർനാഷണൽ മാരിടൈം കൺവെൻഷൻ നമ്മൾ നിയമപരമായി ഇതിൽ എത്രത്തോളം ചെയ്യാൻ കഴിയുന്ന ആലോചിക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ നമ്മൾ കൺസെൻസസ് ആണ്, കോംപ്രമൈസ് ആണ് എന്ന് ആദ്യമേ തീരുമാനിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയോട് എനിക്ക് യോജിപ്പില്ല. പല രാജ്യങ്ങളുടെയും രാഷ്ട്രീയ പ്രശ്നങ്ങളായിട്ടുണ്ട് ഈ കപ്പൽ ഛേദവും അതുപോലെയുള്ള പൊല്യൂഷനും, പല രാജ്യങ്ങളുടെയും. അത് ശരിയാണ്. കാരണം ഗവൺമെൻറ്റുകൾ ഞാൻ ഗവൺമെൻറ് ഒരാളുടെ ഗവൺമെൻറ് അല്ല, ഈ കടൽ അനന്തകാലത്തേക്ക് സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട സർക്കാരുകൾ, കേന്ദ്ര സർക്കാരാവട്ടെ കേരള സർക്കാരാവട്ടെ, അവരല്ലേ അതിന് ഉത്തരവാദികൾ. അവരത് ചെയ്യുന്നില്ലെങ്കിൽ, നിയമം പാലിക്കുന്നില്ലെങ്കിൽ, പിന്നെ നേരത്തെ അഭിലാഷ് പറഞ്ഞ ഏത് കൺവെൻഷൻ എന്താ അർത്ഥമുള്ളത്? ഇവിടെ അഡ്ജസ്റ്റ്മെന്റിലാണ് പോണെങ്കിൽ കൺവെൻഷൻ നിയമമൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടായാൽ. ഇപ്പൊ മാത്രമല്ല, ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ കപ്പൽ ഇപ്പോൾ ഇന്നിപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പൽ, ആ കപ്പലിന്റെ കമ്പനി എത്ര വലുതാണെന്ന് എനിക്കറിയില്ല. ആ കപ്പലിന്റെ കമ്പനി ഇതിനേക്കാൾ വലുതാണെങ്കിലോ
അവരൊക്കെ നന്നായി ചെയ്തോളുന്നേ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, സഹിക്കാം എന്ന് പറയാം. എന്നിട്ട് നമുക്ക് ആശങ്ക ഉണ്ടെന്ന് പറയാം. എന്താ ആശങ്ക? ഈ ആശങ്ക എങ്ങനെ പരിഹരിക്കാം? ഒരു ശാസ്ത്രീയ പഠനത്തിന് നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റി അടക്കമുള്ള ആളുകൾ പഠിച്ചിട്ടുണ്ട് അഭിലാഷേ. ഞാൻ കൃത്യമായി പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുക, രഹസ്യമായിട്ട് അന്വേഷിക്കുക. കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുകൾ ഈ തോട്ടപ്പള്ളിയിലെ വിഷയം പഠിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞതാണ് കാൽസ്യം കാർബൈഡ് അതിൽ ഒരു വലിയ തോതിൽ വന്നിട്ടുണ്ട്. അത് കാൽസ്യം കാർബൈഡിൽ നിന്ന് നമുക്ക് ആർസനിക് ഉണ്ടാവും. ആർസനിക് ഉണ്ടായാൽ ആർസനിക് എത്ര അപകടകരമായ ഒരു ലോകമാണെന്ന് നമുക്കറിയാലോ. എങ്ങനെ അതൊക്കെ സാൽവേജ് ചെയ്യണേ? എവിടെന്നാ സാൽവേജ് ചെയ്യണേ? മത്സ്യത്തിൻ്റെ അകത്ത് പോയതും കടലിനടി പോയതും കക്കയുടെ അടുത്ത് പോയതും ആമ കഴിച്ചു പോയതും നിങ്ങൾ എവിടെ നിന്ന് സാൽവേജ് ചെയ്യണമെന്ന് പറയണേ? ഈ ഫുഡ് ചെയിൻ ഇത് വളരെ അപകടകരമാണ് എന്ന് ലോകം അംഗീകരിച്ചത്. ഈ കൺവെൻഷൻ എന്തിനാണ്? ഈ കൺവെൻഷൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. എന്തിനാണ് ഈ കൺവെൻഷൻ ഉണ്ടാക്കിയത്? ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ടുണ്ടാക്കിയ കൺവെൻഷനാണത്. തീരുമാനങ്ങളാണ്. ആ ശാസ്ത്രീയ പഠനത്തെയൊക്കെ നമ്മൾ മാറ്റിവെച്ച് കൺവെൻഷൻ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. പ്രായോഗികമായി എങ്ങനെയാണ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ആശങ്കയല്ലേ ശ്രീ ബേസിൽ ലാൽ? നോക്കൂ, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ഉപജീവനം എന്നുള്ളതാണല്ലോ പ്രധാനം. ഇപ്പോൾ 88 നോട്ടിക്കൽ മൈൽ അകലെയാണ് വാൻഹായ് 503 മുങ്ങിയത്. ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന മേഖലയല്ല, ഞങ്ങൾ തീരക്കടലിലാണ് മീൻ പിടിക്കുന്നത്. ആ മേഖലയിലേക്ക് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന മേഖല അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചാലോ? നോക്കൂ, നമ്മുടെ മത്സ്യങ്ങളുടെ പ്രജനന വ്യവസ്ഥയെയും എക്കോസിസ്റ്റത്തെയും കടലിനെ തന്നെയും പൊല്യൂട്ട് ചെയ്യാൻ, മലിനീകരിക്കാൻ ശേഷിയുള്ള അപകടമാണ്. അത്രയും മാരകമായ രാസവസ്തുക്കളാണ്. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നിടത്താണോ അല്ലാത്തിടത്താണോ അപകടം എന്നുള്ളത് വലിയ പ്രസക്തിയുള്ള കാര്യമായി എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വളരെ ശക്തമായ നടപടികൾ എടുക്കേണ്ട ഇടത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നത് കൊണ്ട് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് എന്താണ് പ്രയോജനം? അല്ല, പറഞ്ഞോളൂ. ഇത്ര തിടുക്കത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു എന്ന് എന്തിനാണ് സ്ഥാപിക്കുന്നത്? ഇപ്പം നിരവധി കൺവെൻഷനുകളുടെ കാര്യം പറഞ്ഞു. നേരത്തെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ തന്നെ വിവിധ കൺവെൻഷനുകളുണ്ട്. അതിനു മുമ്പ് യുണൈറ്റഡ് നേഷൻ അൺക്ലോസ് ഉണ്ട്, യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓഫ് ലോ ഓഫ് സീസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കൺവെൻഷനിലെ നിയമങ്ങളും അതുപോലെ കണ്ടെത്തലുകളും ഫൈൻഡിങ്സിൻ്റെയും അന്തസ്സത്തെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സമീപനം ഈ വിഷയത്തിൽ. ഇപ്പോൾ ഇന്നലെ വന്നൊരു കത്തുമായി ബന്ധപ്പെട്ടാണല്ലോ വിവാദം ഉയർത്തേണ്ടത്. ഞാൻ നേരത്തെയും പറഞ്ഞു, നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു നിഗമനത്തിലെത്താതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നിരവധിയായ അനുഭവങ്ങൾ ഇതിന് മുമ്പിലില്ല. കരയിലൊരു അപകടം പോലെ അല്ല. എന്നാൽ നേരത്തെ ക്യാപ്റ്റൻ റിയാസ് പറഞ്ഞതുപോലെ നമ്മൾ ഈ പ്രശ്നം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. ഇതിനകത്ത് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി എടുക്കണം, തർക്കം വേണ്ട. MSC എന്ന് പറഞ്ഞ കമ്പനിയും കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ഒരു ലൈസണും ഇല്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ മാറ്റങ്ങളെ സംബന്ധിച്ച് അത് സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വഹിക്കാൻ പോകുന്ന അനന്തമായ സാധ്യതകളെ സംബന്ധിച്ചെല്ലാം എൻ്റെ സുഹൃത്തുക്കളുടെ ഹാരിസ് നേരത്തെ പറഞ്ഞു. തീർച്ചയായിട്ടും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടലുണ്ടാവും. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച വിഷയമാണ്, നമുക്ക് ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാം. കാർഗോ മാനിഫെസ്റ്റ് പോലും പുറത്തുവിട്ടിട്ടില്ല. എത്ര ദിവസമായി ആഴ്ചയിലധികമായി എന്തൊക്കെയായിരുന്നു ആ കപ്പൽ ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം കേന്ദ്രമോ സംസ്ഥാനമോ മലിനീകരണ നിയന്ത്രണ ബോർഡോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയോ ആരെങ്കിലും ഈ കാർഗോ മാനിഫെസ്റ്റ് പരിശോധിച്ചതാ ഇതൊക്കെയാണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്ന് പറയാനുള്ള സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ശ്രീ അഭിലാഷ്, ഇതൊരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ താങ്കൾ ഉൾപ്പെടെ നിഗമനങ്ങൾ എത്തുകയാണ്. ഈ പറയപ്പെടുന്ന കപ്പലിലുണ്ടായ വസ്തുക്കളെ സംബന്ധിച്ച് ഇപ്പം രണ്ട് ഘട്ടങ്ങളിലായിട്ട് രണ്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒളിക്കാനൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഈ ചർച്ചയിൽ പറയുന്നത് നിങ്ങളെക്കാട്ടൊക്കെ വളരെ ആശങ്കയുള്ളവരാണ് ഞങ്ങൾ. കടലും കടപ്പുറവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ കുറേയേറെ വർഷങ്ങളായി പ്രശ്നത്തിലാണ്. ബ്ലൂ എക്കോണമി രാജ്യത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള നീക്കങ്ങൾ, ഈ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇത് 91 ആരംഭിച്ചതല്ലേ? 91 ശ്രീ KP നൗഷാദ് അലിയുടെ ആൾക്കാരിൽ തുടക്കം കുറിച്ചത് ഈ കടൽ തുറന്നു കൊടുത്തത്. എത്രയോ കമ്മീഷനുകൾ രാജ്യത്ത് കൊണ്ടുവന്നു. അപ്പോൾ കടൽ ഇപ്പോൾ കര പോലെ തുറന്നിട്ട് കൊടുത്തു. 1 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം വിൽക്കുന്ന ലാഘവത്തോടെ കടൽ വിൽക്കാൻ വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കാൻ തീരുമാനിച്ചു. ഈ സവിശേഷമായ വിശാലമായ വിഷയങ്ങളാണ്. നമ്മുടെ ഈ പരിമിതമായ സമയത്ത് അത് ചർച്ച ചെയ്ത് പോവുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ KP നൗഷാദ് അലി, കപ്പലപകടം നടന്ന ദിവസം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്,
വളരെ പരസ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ ബേസിൽ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം MSCയുടെ ഐറീന എന്ന് പറയുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തെത്തിയ ദിവസം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം കൊളംബോ പോലെ, സിംഗപ്പൂർ പോലെ അന്താരാഷ്ട്ര നിലവാരമുള്ള തുറമുഖങ്ങൾക്ക് കിടപിടിക്കാവുന്ന തരത്തിൽ വലിയ മദർഷിപ്പുകൾ എത്തുന്ന തുറമുഖമായി മാറുന്നു. ഒരു തുറമുഖം വരുന്നതുകൊണ്ട് ആ തുറമുഖത്തിന് മാത്രമല്ല, നമുക്കറിയാം അതിന് എങ്ങനെയൊക്കെ വികസന സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ MSC നമുക്കറിയാം വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിഴിഞ്ഞത്തേക്ക് എത്തിയിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ്. അവർ തന്നെ സാൽവേജ് ഓപ്പറേഷൻസ് നടപ്പാക്കുമ്പോൾ, അവർ തന്നെ നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇൻഷുറൻസ് തുക സംബന്ധിച്ച് ഉറപ്പ് നൽകുമ്പോൾ, ഇപ്പോൾ ഇന്നിപ്പോൾ KC വേണുഗോപാലൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസെടുക്കണം, തുറുങ്കിലടയ്ക്കണം, തൂക്കിക്കൊല്ലണം എന്നൊക്കെയാണ്. അങ്ങനെയാണോ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? എന്തായാലും ഈ കപ്പൽ രംഗത്തുള്ള ആളുകൾക്ക് അക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. ഇപ്പോൾ കേവല രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇതൊക്കെ പൊതു താല്പര്യമനുസരിച്ച്, രാജ്യത്തിന്റെ മുഴുവൻ താല്പര്യമനുസരിച്ചല്ലേ തീരുമാനിക്കേണ്ടത്? അഭിലാഷ്, എന്നെ സംബന്ധിച്ച് ഒരു വേദനാജനകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഇവിടുത്തെ CPMന്റെ 2 സ്നേഹിതർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ, മുമ്പ് ഈ ഭാസ്കര പട്ടേലരുടെ ക്രൂരമായ മാനഭംഗത്തിന് വിധേയയായ പിന്നെ ആ കഥാപാത്രം, സ്ത്രീ കഥാപാത്രവും, അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഭാസ്കര പട്ടേലരുടെ സെൻറ്റിൻ്റെ മണത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു സുഗന്ധത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ചില ആളുകൾ ഇരേ ഉൾപ്പെടെയൊക്കെ പിന്നെ കോൾമേർ കൊണ്ട് അല്ലെങ്കിൽ അതൊന്ന് പ്രകീർത്തിച്ച ഒരു അനുഭവം ഞാൻ ഇങ്ങനെ ഓർത്തു വേണം. അതുപോലെയാണ് ഈ CPMന്റെ സ്നേഹിതർ വന്നിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. കാരണം അവരുടെ സർക്കാരാണ് തീരദേശ ജനതയെ കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംസ്ഥാന സർക്കാർ നിയമപരമായിട്ട് ആ കൊച്ചി പിന്നെ അവിടുത്തെ തീരദേശ പോലീസ് ഒരു കേസെടുത്തോ ഈ പറഞ്ഞ വിഷയത്തിൽ? 200 നോട്ടിക്കൽ മൈൽ അകത്ത് നിൽക്കുന്ന ഏത് വിഷയത്തിലും കേസെടുക്കാം, അതെടുത്തോ? ഇതിൻ്റെ വോയിസ് ഓവർ റെക്കോർഡുകൾ ഈ കപ്പലിൽ നിന്ന് ശേഖരിച്ചോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള കാർഗോ മാനിഫെസ്റ്റോ ഇവർ ഭാസ്കര പട്ടേലരുടെ സെന്റിനെ കുറിച്ച് കോൾമേർ കൊള്ളും പോലെ ഇവർ കേസ് വേണ്ട, സെറ്റിൽമെന്റ് ആണ്, അയ്യോ കേസ് കൊടുത്ത് അവരൊക്കെ വലിയവരാണ്, അവർക്ക് പ്രകോപനമായി കളയും എന്നാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിധേയന്മാരും ദാസന്മാരുമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം കേരള ഭരണം ഒന്ന് മാതൃക കാണിക്കുക, തീരദേശവാസികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് നട്ടല് നിവർത്തി നിന്നിട്ടൊന്ന് മാതൃക കാണിക്കുക. ഇവിടെ മണൽ ഖനനത്തിന് കേന്ദ്ര സർക്കാർ വരുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയും അവരുടെ സ്നേഹാലിംഗനങ്ങൾക്ക് മുകളിലാണ് വരുന്നത്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വരണമായിരുന്നല്ലോ, അവിടുന്ന് സ്റ്റാലിൻ ഓടിച്ചു വിട്ടല്ലോ. ഈ സംസ്ഥാന സർക്കാർ ഈ കോർപ്പറേറ്റുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് തീരദേശത്തെ ഇവര് ഒറ്റുകൊടുക്കുകയാണ്, ഇവർ കൂട്ടിക്കൊടുക്കുകയാണ് എന്നതിന്റെ പച്ച മലയാളം. ശരി, അതാണ് കോൺഗ്രസിന്റെ ചർച്ചയിലേക്ക്. ഷിപ്പിയെ ഹാരിസ്, ഇപ്പോ കോൺഗ്രസ് ആരോപിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ, തീരദേശത്തെ വഞ്ചിക്കുകയാണ് ഇപ്പോഴത്തെ സർക്കാർ എന്നുള്ളതാണ്. മറുപടി നമുക്ക് അവസാനിപ്പിക്കാം അതിനുശേഷം. മത്സ്യത്തൊഴിലാളികളെ ശരിക്കും വഞ്ചിച്ചതാരാണെന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നന്നായിട്ട് അറിയാം. സൗണ്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചതാരാണെന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ 1991 മുതൽ നമ്മുടെ സമുദ്രം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് UPI NDA മത്സരിക്കുകയായിരുന്നു. ആഴക്കട മത്സ്യബന്ധനം, തീരദേശ പരിപാലന നിയമം, അതിനുശേഷം വന്നിട്ടുള്ള ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ബ്ലൂ എക്കണോമി, ആഴക്കടൽ മണൽ ഖനനം, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ കപ്പലപകടവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഈ MSC എൽസ പോലുള്ള വലിയ ഒരു കമ്പനിയുമായിട്ട് കേസ് പറയുക എന്നുള്ളതെന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഒരു ഗവൺമെൻറ് നടക്കാവുന്ന കാര്യമായിരിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുകയെന്നല്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം മത്സ്യസമ്പത്ത് സംഭാവന ചെയ്യുന്ന, കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മത്സ്യബന്ധന വ്യവസായ മേഖലയായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വലിയ വരുമാനം നൽകുന്ന അറബിക്കടൽ ഇന്ന് ലോകത്തിലെ പല മത്സ്യബന്ധന താവളങ്ങളും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ വലിയ രൂപത്തിൽ മത്സ്യസമ്പത്തുള്ളൊരു കടലാണ് അറബിക്കടൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിലെ കൊല്ലം പരപ്പടക്കമുള്ള ശ്രേഷ്ഠമായിട്ടുള്ള മത്സ്യവിഭവങ്ങൾ ലഭിക്കുന്ന പ്രദേശം
അത് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുത്താൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വിയോജിപ്പറിയിക്കുകയും ശരി, ശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് ഈ മേഖലയെ സംരക്ഷിക്കപ്പെടണം, ഇതിന് മതിയായ നഷ്ടപരിഹാരം വാങ്ങിക്കണം, അതിനെ അവരുടെ ഇൻഷുറൻസ് അടക്കമുള്ള പരിരക്ഷ ഈ കാര്യത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നുള്ള നിലപാടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയും കടലിന്റെ പരിസ്ഥിതിയും സംരക്ഷിക്കപ്പെടണം. ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ്. ഈ വിഷയത്തിൽ വളരെ പണ്ഡിതോചിതമായി സംസാരിച്ച കമാൻഡർ രാജേഷ് രാംകുമാർ, അതുപോലെ തന്നെ ക്യാപ്റ്റൻ റിയാസ്, അദ്ദേഹം മറൈനേഴ്സ് ഫോറത്തിന്റെ പ്രതിനിധിയാണ്. ഒപ്പം പരസ്യപ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ, ശ്രീ KP നൌഷാദ് അലി, ശ്രീ PA ഹാരിസ്, ശ്രീ ബേസിലാൽ, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.